തിരുവനന്തപുരം വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണു. 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. തിരുവനന്തപുരം വെൺപാലവട്ടത്താണ് മേൽപ്പാലത്തിൽ നിന്ന് ഇത്തരത്തിൽ സ്കൂട്ടർ താഴേക്ക് വീണത്. 3 വയസ്സുള്ള ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർക്ക് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ അപകടത്തിൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അഖിൽ ഷാ, ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മേൽപ്പാലത്തിന്റെ ആ കൈവരിക്ക് മുകളിലൂടെ സ്കൂട്ടർ തെന്നി താഴേക്ക് വീഴുന്നത് കാണാൻ ദൃശ്യങ്ങളിൽ. എങ്ങനെയാണ് അപകടം ഉണ്ടായത് മേൽപ്പാലത്തിൽ വെച്ച്? അഖിൽ ഷാ. ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം കഴക്കൂട്ടം വെൺപാലവട്ടത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ഒരു അപകടമാണ് നടന്നത്. അതായത് ഈ വെൺപാലവട്ടത്ത് ഈ ഹൈവേയുടെ ഭാഗമായുള്ള ഒരു മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലത്തിന് മുകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന 3 പേർ, 3 വയസ്സുള്ള കുഞ്ഞടക്കം 3 പേരാണ് ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത്. ആ മേൽപ്പാലത്ത് നിന്ന് നേരെ ഈ വണ്ടി നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുകയായിരുന്നു. നല്ല താഴ്ചയിലേക്കാണ് ഈ വണ്ടി വീണത്. ഈ കുഞ്ഞിനും അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയായ സിമി, അതുപോലെ സിനി എന്നിവർക്ക്, ഈ 3 പേർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ 3 പേരും വെള്ളാർ സ്വദേശികളാണ്, കോവളം വെള്ളാർ സ്വദേശികളാണ്. എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നുള്ളതാണ് ഡോക്ടർമാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അധികൃതരും പറയുന്നത്. എന്തായാലും പോലീസ് എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു അപകടമാണ് കഴക്കൂട്ടത്ത് ഇന്ന് നടന്നത്. അഖിൽ ഷാ, ഇപ്പോൾ ഈ അപകടം എങ്ങനെ നടന്നു? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഇത് തെന്നി ഇടിച്ചു കയറി അങ്ങനെ ഏത് തരത്തിലെ അപകടം ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അതായത് ഒരു ചെറിയൊരു മേൽപ്പാലമാണ്. ഈ ഹൈവേയുടെ ഭാഗമായുള്ള ഒരു ചെറിയൊരു മേൽപ്പാലമാണ്. അത് അത്ര ഉയരത്തിലുള്ള ഭിത്തിയൊന്നും അല്ല ഉള്ളത്. ചെറിയൊരു ഭിത്തിയും ഈ സൈഡ് വാളൊക്കെ അത്തരത്തിലുള്ള ചെറിയ സൈഡ് വാളാണ് ഇത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു വണ്ടി നിയന്ത്രണം തെറ്റിയാൽ അത് ഇത്തരത്തിൽ കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റിയാൽ ചിലപ്പോൾ അത് വന്ന് ഈ ഭിത്തിയിൽ ഇടിച്ച് താഴേക്ക് വിടാനുള്ള ഒരു സാധ്യതയും ഈ ഭാഗത്തുണ്ട്. എന്തായാലും അത്തരത്തിലാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത്. മറ്റൊരു വണ്ടിയിലും കൂട്ടിയിടിച്ചല്ല, പക്ഷേ ഏതോ കാരണത്താൽ ഇത്തരത്തിൽ വണ്ടി നിയന്ത്രണം വിടുകയും നിയന്ത്രണം വിട്ട് ഈ പാലത്തിന്റെ ഭിത്തിയിൽ ഇടിച്ച് തന്നെ താഴേക്ക് വീഴുകയായിരുന്നു. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായി തന്നെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും ഒരു പിഞ്ച് കുഞ്ഞ്, 3 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ കുഞ്ഞിന്റെ നിലയും ഗുരുതരമായി തന്നെ തുടരുന്നു. ഈ 3 പേരും നിലവിൽ ചികിത്സയിലാണ് ഈ ആശുപത്രിയിൽ. അവിടുത്തെ ഈ കഴക്കൂട്ടത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അത്യഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഉന്മേഷ്. അഖിൽ ഷാ, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം മറ്റ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ആ മേൽപ്പാലത്തിലൂടെ. അതിനിടയിലാണ് സൈഡിലൂടെ വരുന്ന വാഹനം പതുക്കെ ഈ കൈവരിയിൽ തട്ടുന്നതും തെറിച്ച് താഴേക്ക് വീഴുന്നതുമൊക്കെ. അഖിൽ ഷാ, തീർച്ചയായിട്ടും അത് ഈ വീഴുന്ന സമയത്ത് അവിടെ മറ്റു വാഹനങ്ങൾ കൂടി വന്നിരുന്നത്. അതായത് ഈ താഴത്തെ സർവീസ് റോഡ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാലത്തിന് താഴെയുള്ളത് ദേശീയപാതയുടെ ഭാഗമായുള്ള സർവീസ് റോഡാണ്. ഈ അപകടം നടക്കുന്ന സമയത്തൊക്കെ അതുവഴി വാഹനം പോകുന്നുണ്ട്. പക്ഷേ ഈ താഴേക്ക് വീഴുന്ന ആ സമയത്ത് മറ്റ് വാഹനങ്ങളൊന്നും അവിടെ എത്തിയില്ല. പക്ഷേ വലിയൊരു അപകടമാണ്. അതല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അത് ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അതായത് മറ്റേതെങ്കിലും വാഹനം വന്നിരുന്നെങ്കിൽ ആ വാഹനം ഈ സ്കൂട്ടറിലേക്കും അല്ലെങ്കിൽ ഈ വീണവരുടെ ദേഹത്തേക്ക് ഉൾപ്പെടെ ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാവുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അത് വലിയൊരു അപകടത്തിലേക്ക്, അങ്ങനെ ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഗൗരവമുള്ള ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് അത് മാറുമായിരുന്നു. അതോടൊപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സർവീസ് റോഡിന് ഒരു വശത്തായി ഒരു ഓടയുമുണ്ട്. ആ ഓടയുടെ ഭിത്തിയിൽ കൂടി ഇവർ ഇടിച്ചാണ് വീണത്. അതുകൊണ്ട് തന്നെ വലിയൊരു പരിക്ക് ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മറ്റ് വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് അവിടേക്ക് എത്തിയിരുന്നെങ്കിൽ അത് ഇടിച്ചുള്ള കൂടുതൽ അപകടങ്ങളും ഉണ്ടായേനെ. തിരുവനന്തപുരത്താണ് ഈ അപകടമുണ്ടായത്. വെൺപാലവട്ടത്താണ്. അവിടെ മേൽപ്പാലത്തിൽ നിന്നാണ് തെറിച്ച് താഴേക്ക് വീണ അപകടമുണ്ടായത്. 3 വയസ്സുള്ള ഒരു കുഞ്ഞിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു.